ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടീച്ചിങ് നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ്, അതുപോലെ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിരുന്നു. അതുപോലെ ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സെപ്ഷൻസും ആയിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളതാണ്. അതായത് പ്രൈസിന് ഉണ്ടാവുന്ന ചേഞ്ചസ് എത്രത്തോളം ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചു, ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ പഠിച്ചു പ്രൈസും അതുപോലെ തന്നെ ഡിമാൻഡും റിലേഷൻ ഉണ്ട്. അതായത് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. അത് നമ്മൾ പഠിച്ചു. ആൻഡ് ഈ ഒരു ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് റെസ്പോൺസീവ്നെസ്, എന്തായാലും പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു, അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ ആ റെസ്പോൺസീവ്നെസ് എത്ര മാത്രമാണ്, ആ ഡെപ്ത് എത്ര മാത്രമാണ് എന്നുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ 5 പ്രൈസ് ഇലാസ്റ്റിസിറ്റീസ് ആണ് ഉള്ളത്. ഒന്നാമത്തതെന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്ന ഡിഗ്രി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻഫിനിറ്റി ആണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. അതായത് പ്രൈസിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ചേഞ്ച്, അതായത് ഒരു വളരെ ചെറിയ ചേഞ്ച് ആണെങ്കിലും അത് ഡിമാൻഡിനെ ഇൻഫിനിറ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. അത് ഏത് ലെവല് വരെ വേണമെങ്കിലും അഫക്റ്റ് ചെയ്യാം. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ലക്ഷറി ഗുഡ്സ്, അല്ലെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള ഗുഡ്സിൻ്റെ കേസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ള ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റിക്ക് പ്രൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ നോർമലി എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് വേണ്ട എന്ന് വെച്ച് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ളപ്പം വൈ എന്ന് പറഞ്ഞ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. അതായത് എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വളരെ മൈന്യൂട്ടായിട്ട് കൂടിയിട്ടുള്ളൂ, എന്നാൽ പോലും ആൾക്കാർ എന്ത് ചെയ്യും, അവർക്ക് വേറെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് മറ്റു പ്രൊഡക്റ്റിലേക്ക് പോകും. അപ്പം ഏറ്റവും കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള ഗുഡ്സിനൊക്കെ ഇത് വളരെ നല്ലൊരു എക്സാമ്പിളാണ്. ഇതാണ് ആദ്യത്തെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് 0 അതായത് പ്രൈസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും അതൊരിക്കലും ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അതായത് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഈ റെഡ് കളറിൽ പോയിരിക്കുന്ന ഈ ഒരു ലൈന് എന്താണ്, പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അതായത് പ്രൈസ് എത്രയൊക്കെ മാറിക്കഴിഞ്ഞാലും ഈ ഒരു പോയിന്റിലായാലും എന്ത് സംഭവിക്കുന്നു, ഡിമാൻഡ് എപ്പോഴും ഈ ക്യൂവിൽ തന്നെ നിൽക്കുകയാണ്. ഡിമാൻഡിൽ യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. ഇത് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ലൈഫ് സേവിങ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. ഇങ്ങനെ ലൈഫ് സേവിങ്സ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള മെഡിസിൻസിന് എത്ര പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വാങ്ങിയത് ഉപയോഗിക്കും. ഇപ്പം നമ്മൾ ഷുഗർ പേഷ്യൻസ്, അല്ലെങ്കിൽ പ്രഷറുള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസ്, അവർ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് അത് എത്രത്തോളം അതിൻ്റെ റേറ്റ് കൂടിയെന്ന് പറഞ്ഞാലും അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും, അത് വാങ്ങി ഉപയോഗിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രൊഡക്ട്സിൻ്റെ പ്രൈസിൽ എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും ഡിമാൻഡ് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി മറ്റൊന്നാണ് യൂണിറ്റ് ഇലാസ്റ്റിക് അല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് പ്രൈസിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എത്ര തന്നെയാണെങ്കിലും അതേ ചേഞ്ച് ക്വാണ്ടിറ്റിയിലും വരുന്നു, ഡിമാൻഡിലും വരുന്നു. അതാണ് ഈക്വൽ ചേഞ്ച് ആണ്. പ്രപ്പോർഷനേറ്റ് ആയിട്ടുണ്ടാകുന്ന മാറ്റമാണ്. അതായത് പ്രൈസ് 1 യൂണിറ്റ് കൂടിയാൽ ഡിമാൻഡ് 1 യൂണിറ്റ് കുറയും, പ്രൈസ് 1 യൂണിറ്റ് കുറഞ്ഞാൽ ഡിമാൻഡ് 1 യൂണിറ്റ് കൂടും. അതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇത്രയും എക്സാക്ട് പ്രപ്പോർഷൻ ആയിട്ടുള്ള ഒരു മാറ്റം എല്യൂഷണറി ആണ്, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടില്ല, എന്നാൽ ഉണ്ടാവാം. ഓക്കെ, ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇതിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിമാൻഡിൽ ഒരു 3 യൂണിറ്റ് ആയിരിക്കും ചേഞ്ച് ഉണ്ടാകുന്നത്. അതായത് പ്രൈസ് 1 യൂണിറ്റ് കുറഞ്ഞാൽ 3 യൂണിറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും. പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചിനേക്കാൾ കൂടുതൽ ചേഞ്ച് ഡിമാൻഡിലുണ്ടാവും. അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഇലാസ്റ്റിക്. അതായത് പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായാൽ അതിനേക്കാൾ ഒരിക്കലും വലിയ ചേഞ്ച് ആയിരിക്കും, അതിനേക്കാൾ ചെറിയ ചേഞ്ച് ആയിരിക്കും ഡിമാൻഡിൽ ഉണ്ടാകുന്നത്. ഇത് കൂടുതലും എന്താണ്, ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലൊക്കെയാണ് നമുക്ക് അതായത് നമ്മൾ സോൾട്ട്, പെട്രോൾ ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കേസിലൊക്കെ നമുക്കിതൊരു എക്സാമ്പിളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് എത്ര മാത്രം ആയിക്കോട്ടെ, അതിനേക്കാൾ കുറഞ്ഞ ചേഞ്ച് മാത്രം എവിടെ ഉണ്ടാവുന്നു, ഡിമാൻഡിലുണ്ടാവുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ
5 ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. 5 ഡിഗ്രീസാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്ക് ഉള്ളത്. അതിൻ്റെ 5 ഡിഗ്രീസാണ് ഈ പറഞ്ഞത്. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് എത്രമാത്രം ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് 5 രീതിയിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അതായത് ചെറിയൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ അതിന് എത്രത്തോളം, അതായത് ഒരു ലിമിറ്റ് ഇല്ല, അത് ഇൻഫിനിറ്റ് ചേഞ്ച് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇലാസ്റ്റിക് എന്ന് പറയുന്നത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കൂടുതൽ ചേഞ്ച് ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്, ഇവിടെ ഡിമാൻഡിന് ഉണ്ടാവുന്നത്. ഇനി യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈസിനുണ്ടാകുന്ന ചേഞ്ച് എത്രയാണോ അത്രയും തന്നെ സെയിം ചേഞ്ച് ആണ് ഡിമാൻഡിന് ഉണ്ടാവുന്നത്. ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത് പ്രൈസിനുണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കുറഞ്ഞ ചേഞ്ച് ഡിമാൻഡിന് ഉണ്ടാവുന്നു. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചിനേക്കാൾ എത്രയൊക്കെ ചേഞ്ചസ് പ്രൈസിനുണ്ടായാലും വലിയ മാറ്റങ്ങളൊന്നും എന്തിനുണ്ടാവുന്നില്ല, ഡിമാൻഡിനുണ്ടാവുന്നില്ല. ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സോ ഇനി എന്തൊക്കെ ടൈപ്സ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുള്ളതും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ അതെനിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.